ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മളെ വീട്ടിലെ നേന്ത്രപ്പഴം നല്ല പഴുത്തിരിക്കുന്നുണ്ടാവും, അത് വേസ്റ്റിൽ കളയണ്ട. അതൊരു അടിപൊളി കേക്കാക്കി മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി കേക്കാക്കി മാറ്റാം. അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു കപ്പിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മാറ്റി വെച്ച് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അതിന് പകരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ മിക്സ് ഒരു കപ്പാണ് ഉള്ളത്. ഇനി അതിലോട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂണിലും കുറവായിട്ട് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് അരിച്ചെടുക്കുകയാണ്. ഒരു 2 തവണ അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതൊന്നും അളക്കാൻ വേണ്ടിയിട്ട് മെഷറിംഗ് കപ്പ് വേണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ സാധാ ഗ്ലാസ് വെച്ചിട്ട് അളന്നാൽ മതി. എല്ലാതും അളക്കുമ്പോഴും അത് തന്നെ യൂസ് ചെയ്താൽ മതി. നമ്മൾ ഒരു പഴമാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലോണം പേസ്റ്റാക്കി എടുത്തിട്ടില്ല കേട്ടോ. കടിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ പീസൊക്കെ അതിലുണ്ട്. ഇനി നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഏത് ഗ്ലാസ്സിനാണോ പൊടിയെടുത്ത് ആ ഗ്ലാസ്സിൽ തന്നെയാണ് അളന്നിട്ടുള്ളത് പഞ്ചസാരയും. ഇനി അത് നന്നായിട്ടൊന്ന് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ 1/2 പോർഷന് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1/4 കപ്പ് പാലും 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ മൊത്തത്തിൽ ആ മിക്സ് 1/2 കപ്പ് ഉണ്ടാവും. അത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വാനില എസൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിച്ച് ആ പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്താൽ മതി. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇട്ട് കൊടുത്തിട്ട് അതും മിക്സ് ചെയ്തെടുക്കുക. വിസ്ക് തന്നെ വേണമെന്നില്ല, ഫോർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്താലും മതി. അത് അതിലേക്ക് മിക്സായി കിട്ടിയാൽ മതി. ഇനി നമ്മൾ ബാക്കിയുള്ള മുട്ടേൻ്റെയും പഞ്ചസാരൻ്റെയും മിക്സും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായി ഇട്ടിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു സോസ് പാനിൽ ബട്ടർ തേച്ചെടുത്തിട്ടുണ്ട്. സാധാ സൺഫ്ലവർ ഓയിൽ ആണെങ്കിലും കുഴപ്പമില്ല. ബട്ടർ തേക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും, അത്രയേ ഉള്ളൂ. അത് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ സോസ് പാന് ഒന്ന് ജസ്റ്റ് ചൂടായി കിട്ടിയാൽ മതി. എന്നിട്ട് അതിലേക്ക് ഈ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്, അതിൽ എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിൻ്റെ ലിഡ് വെച്ചിട്ട് ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ്. അതിലുള്ള ഓട്ട നമ്മൾ ഒരു അലുമിനിയം ഫോയിലോ എന്തെങ്കിലും വെച്ച് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതൊരു പഴയ ഫ്രൈ പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് വെക്കുന്നത്. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 25 to 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബനാന കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഞാനൊരു 30 മിനിറ്റിൽ കൂടുതൽ കുറച്ച് നേരം കൂടെ കുക്ക് ചെയ്തു. അതാണ് ഒന്ന് ബ്രൗൺ കളർ കൂടിയിട്ടുള്ളത് താഴ്ഭാഗം. പക്ഷേ ടേസ്റ്റ് ഒന്നും വ്യത്യാസം വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കണ്ടില്ലേ, ഇതുപോലെ തൊട്ട് നോക്കി കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പോകുന്നുണ്ട്, അത്രത്തോളം സോഫ്റ്റാണ്.
അപ്പോൾ ഈ ഒരു കേക്ക് റെസിപ്പി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും ബൈ.